പാത്തിട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് ഇന്നിപ്പോ ഞാൻ പനീർ റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കണേ. വലിയ വലിയ ക്യൂബ്സ് ആയിട്ട് റൈസിൽ പനീർ കിടന്നാലേ ചിലപ്പോ പാത്തുട്ടി അത് കഴിക്കില്ല. കറിയിലത്തെ പനീർ എടുത്ത് കഴിക്കുന്ന അത്രയും ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ലല്ലോ പ്ലെയിൻ ആയിട്ട് പനീർ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പനീറൊക്കെ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇന്ന് സ്നാക്ക് ആയിട്ട് കൊടുത്തേക്കുന്നത് ചോളാണ് കേട്ടോ. അതങ്ങനെ പുഴുങ്ങാൻ വെക്കലാണ്. അപ്പൊ ആത്തുനിന്ന് സ്കൂളുള്ള ദിവസം ഉണ്ടല്ലോ, രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെടപടിന്ന് ശരിയാക്കണം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോ ഉറങ്ങി കിടക്കണ പാത്തുട്ടീനെ വിളിച്ചുണർത്താനായിട്ട്. അടുത്തതായിട്ട് ഒരു പാൻ ഗ്യാസ് വയ്ക്കുക, അതിൽ സവാള ഇട്ടിട്ട് മൂപ്പിക്കുക. പെട്ടെന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടുക. ഞാൻ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. ഇനി ഇതിലേക്ക് പനീർ ഇടുക. അതൊന്ന് സോട്ട് ആയതിനു ശേഷം തിളപ്പിച്ച് ഊറ്റി മാറ്റി വെച്ച ജീരകശാല റൈസ് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള റൈസ് റെഡിയായി. പാത്തുട്ടിക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ അപ്പൊ അച്ഛന് കൊടുത്തു. അച്ഛൻ കഴിക്കുന്ന ഉറപ്പുണ്ടായിരുന്നില്ല, പക്ഷെ എന്തോ ആൾക്ക് ടേസ്റ്റ് അങ്ങോട്ട് പിടിച്ചുവിട്ടാ. 2-3 ദിവസമായിട്ട് സ്കൂളിൽ പോകാനായിട്ട് മടിയില്ല, പക്ഷെ അവിടെ എത്തി കാണുമ്പോ ഒരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ പാത്തുട്ടിക്ക്. അപ്പൊ അങ്ങനെ അവളെ കൊണ്ടാക്കി തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പണി ഇനി വൈകുന്നേരം മാത്രമേ ഉള്ളൂ. അപ്പൊ വൈകുന്നേരമായി പിള്ളേരൊക്കെ ഒത്തുകൂടി. അപ്പൊ ഞാനേ ഇന്ന് അവർക്കായിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു. അതിനായിട്ട് ആദ്യം തന്നെ ബ്രൗൺ കളർ മട്ടാവില്ലേ, അതൊന്ന് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തു. നെക്സ്റ്റ് ഒരു ബൗളിക്ക് 2 പൂവമ്പഴം അങ്ങോട്ട് അരിഞ്ഞിട്ടു. അത് അതിൽ തന്നെ ഇട്ട് സ്മാഷ് ചെയ്തെടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടക്കാത്തതുകൊണ്ട് ഞാനിത് അങ്ങനെ തന്നെ മിക്സിയുടെ 2ാമത്തെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് 3 സ്പൂൺ പഞ്ചസാരയും ഫ്രീസ് ചെയ്ത് വെച്ച ഇച്ചിരിക്കോളം പാലും വെനില ഐസ്ക്രീമും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. കുറെ പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് ലൂസായി കിട്ടും. ഇതങ്ങനെ പാടില്ല കേട്ടോ, കുറച്ചങ്ങോട്ട് കട്ടിക്ക് നിൽക്കണേ. അവിൽ മിൽക്ക് സാധാരണ കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ ഗ്ലാസ്സിലൊക്കെ അല്ലേ കിട്ടണേ. ഇവിടെ അങ്ങനത്തെ ഗ്ലാസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛന്റെ ബിയർ മഗ് എടുത്തു. എന്നിട്ട് ആദ്യം തന്നെ ഈ പഴ മിക്സ്ചർ ഒഴിച്ചു. അതിന്റെ മുകളിലേക്ക് ഉണ്ടല്ലോ തൊലി കളഞ്ഞ വെള്ളക്കപ്പലിന്റെ ഇല്ലേ, അതങ്ങോട്ട് വെതറി കൊടുത്തു. അതിന്റെ മുകളിലേക്ക് വീണ്ടും പഴ മിക്സ്ചർ. നെക്സ്റ്റ് ഇട്ടത് ഫ്രൈ ചെയ്ത് വെച്ച മട്ടാവിലാണ് കേട്ടോ. ഇതിങ്ങനെ ലെയർ ആയിട്ട് ഗ്ലാസ് ഏകദേശം ഫുൾ ആവണ വരെ ചെയ്തു കേട്ടാ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും കപ്പലണ്ടിയും അവിലും കൂടി അങ്ങോട്ട് വെതറി ഫൈനൽ ടച്ച് കൊടുത്തു. ഞാനിതെല്ലാം കൂടി സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പഴത്തിന്റെ ആ ടേസ്റ്റും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നേ പാലിലാണ് ഇതിന്റെ എല്ലാ ടേസ്റ്റും അടങ്ങിയിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്രീസ് ചെയ്ത പച്ചപ്പാൽ ഇതിൽ യൂസ് ചെയ്തത്. പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതല്ലേ, ശരിക്കും തിളപ്പിച്ചാറിയ പാല് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഉണ്ടാക്കിയ അവിൽ മിൽക്ക് ഉണ്ടല്ലോ, അധികം തണുപ്പൊന്നുമില്ല കേട്ടോ. അപ്പൊ തണുപ്പിലല്ല കാര്യം, ഒരു വലിയ ഗ്ലാസ് അവിൽ മിൽക്ക് ഇവരെല്ലാരും കൂടി ഷെയർ ചെയ്ത് കുടിക്കുന്ന ഞാൻ വിചാരിച്ചത്. പിന്നെ അവസാനം 3 പേരും തമ്മിൽ തല്ലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ 3 കുട്ടി ഗ്ലാസ് എടുത്തിട്ട് എല്ലാവർക്കും കൂടി ഇങ്ങനെ പകർത്തി അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഷെയറിങ് ഈസ് കെയറിങ് അല്ലേ. അപ്പൊ ചെറുപ്പത്തിലേ അതങ്ങോട്ട് പഠിച്ചു വളരട്ടെ കുട്ടികള്.